അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് പൊട്ടുകടലയാണ് വേണ്ടത്. നമ്മൾ മിക്സറിലൊക്കെ ഇടുന്ന പൊട്ടുകടലയാണ്. ഇനി ഒരു പാനിലേക്ക് ഈ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നല്ലോണം ഇത് പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പൊ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒക്കെ എടുത്തുള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മിക്സിയിലെ ചെറിയ ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ജാറിലേക്ക് ചൂട് മാറിയ പൊട്ടുകടല മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ആ പൊട്ടുകടലയെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും തരികളൊന്നുമില്ല, നല്ലോണം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അഥവാ ചെറിയ ചെറിയ തരികൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ അരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തരികൾ ഉണ്ടാവാൻ പാടില്ല. ഇതിപ്പോ കണ്ടില്ലേ, നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ശർക്കര പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 1.5 കപ്പ് ശർക്കരയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര അങ്ങ് ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇപ്പൊ ഇതാ ശർക്കര എല്ലാം ഒന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഉരുക്കിയെടുത്ത ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കാം. കല്ലുമണ്ണ് ഉണ്ടെങ്കിൽ അരിച്ചൊഴിച്ചാൽ മതിയാവും, ഇല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ശർക്കര പാനി മുഴുവനും അരിച്ചൊഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനും നെയ്യിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ എണ്ണയും നെയ്യും ഒരേ അളവിൽ പകുതി വീതമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ എണ്ണയും നെയ്യും ചൂടായിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടുകടല മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൈ വിടാതെ വേണം ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാൻ. ഇപ്പൊ പൊട്ടുകടലയുടെ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി പൊടി ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയുടെ പകുതി ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ചെറിയ ചെറിയ കട്ടകൾ പോലെ ഇതുപോലെ കിടക്കും. അതൊന്ന് തിളച്ചു കുറുകുമ്പോൾ തന്നെ കട്ടകളെല്ലാം മാറി നല്ല സ്മൂത്ത് ആയിട്ട് മാറി കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, കട്ടകളെല്ലാം മാറി അത് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ബാക്കി ശർക്കര പാനി മുഴുവനും ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ശർക്കര പാനി ഇതിലേക്ക് പിടിച്ച് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പഞ്ചസാര ആണെങ്കിൽ 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാരയും അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇപ്പൊ കണ്ടില്ലേ, ശർക്കര പാനിയെല്ലാം പിടിച്ച് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ശർക്കര ഉപ്പില്ലാത്തത് കൊണ്ടാണ് 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടില്ലാത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തപ്പോ കണ്ടില്ലേ, പാനിൽ നിന്നും ഒട്ടിപ്പിടിക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇതുപോലത്തെ ഒരു കുഴിയുള്ള സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സ്പൂണിൽ കുറച്ച് മിക്സ് എടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാതെ ഉരുണ്ട ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ ചെയ്യുക. ബാക്കി എല്ലാ മിക്സും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
ഇപ്പൊ എല്ലാം എന്താ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇപ്പൊ കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റ് ആണ്, വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് നല്ല സോഫ്റ്റും അടിപൊളി ടേസ്റ്റും ആണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്